ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോഡ് സർഫസിൽ നടക്കുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ അല്ലേ, ഏതൊക്കെ പലതരത്തിലുള്ള ട്രാൻസ്പോർട്ട്, ഇലക്ട്രോൺ ട്രാൻസ്ഫർ, ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ഫോർമേഷൻ, സർഫസ് അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഡീസോർപ്ഷൻ, കെമിക്കൽ റിയാക്ഷൻസ്, പ്രൊഡക്റ്റ് റിമൂവൽ തുടങ്ങിയവയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ഇലക്ട്രോഡ് പ്രോസസ്സ് നടക്കുന്നതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഡിലേക്ക് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രോസസ്സുകളും കാര്യങ്ങളും നടക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇലക്ട്രോലൈറ്റിക് പോളറൈസേഷനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സിലബസിൽ ഇലക്ട്രോലൈറ്റിക് പോളറൈസേഷൻ പറയുന്നുണ്ട്. സോ എന്താണ് ഇലക്ട്രോലൈറ്റിക് പോളറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോലൈറ്റിക് പോളറൈസേഷൻ, it's a phenomenon where the measured potential of an electrode deviates from its equilibrium value when an external current is applied to or drawn from the electrochemical cell. അതായത് സാധാരണഗതിയിൽ നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാറുണ്ട്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കും. നേൺസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കും. അതെങ്ങനെയാണ്? ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്താണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും? റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ അല്ലെ? ബാക്ക് റിയാക്ഷന്റെയും ഫോർവേഡ് റിയാക്ഷന്റെയും റേറ്റ് സെയിം ആയിട്ട് വരുന്ന ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഇൻ കേസ് നമ്മളൊരു ഇലക്ട്രോളിസിസ് നടത്തുകയാണ്, ഇലക്ട്രോലൈറ്റിക് സെൽ എടുക്കുന്ന കരുതുക, നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ എന്താ ശരിക്കും ചെയ്യുന്നത്? ഇലക്ട്രോളിസിസ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുകയാണ് അല്ലെ? ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുകയാണ്. ഇതിലേക്ക് നമ്മൾ ഇലക്ട്രോഡിലേക്ക് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി, ഒരു എക്സ്റ്റേണൽ കറണ്ട് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഇലക്ട്രോളിസിസ് ക്യാരി ഔട്ട് ചെയ്യാണ്. സോ എക്സ്റ്റേണലി നമ്മൾ കൊടുക്കുന്ന കറണ്ടിന്റെ ഫലമായിട്ട് ഒന്നെങ്കിൽ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് മാറാം, അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റ് മാറാം. രണ്ടും സെയിം റേറ്റിലായിരിക്കും അപ്പോൾ നടക്കുക? അല്ല. When an electrode is driven by an external current, the electrode potential the electrode potential often shift away from its equilibrium value. Okay, നമ്മൾ നോർമൽ കണ്ടീഷനിൽ നമ്മളിപ്പം ഒരു ഗാൽവനിക് സെല്ലിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ആനോഡിൽ എന്ത് സംഭവിക്കുന്നു? നമ്മളുടെ സിങ്കാണ്, നമ്മുടെ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു, കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലെ? ഈ ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്യുകയോ ഫർദർ ആയിട്ട് ഏതെങ്കിലും ഇലക്ട്രിസിറ്റി ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യൽ ആയിരിക്കും ഞാൻ ആ നേൺസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നുണ്ടാവുക. പക്ഷേ നമ്മളൊരു സെല്ല് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഈ സെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഇലക്ട്രോഡിൽ നിന്ന് ഞാൻ ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് സെല്ല് വഴി ഇലക്ട്രോളിസിസ് നടത്തുമ്പം ഞാൻ ആ ഇലക്ട്രോഡിലേക്ക് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ആ രീതിയിലാവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ല നമുക്ക് ഉണ്ടാവുക. അത് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യലിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ നേൺസ്റ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെ when an electrode is driven by an external current, the electrode potential often shift away from its equilibrium value. This shift is called polarization. ഒരു ഇലക്ട്രോഡിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഇലക്ട്രോഡിൽ നിന്നും നമ്മൾ ഇലക്ട്രിസിറ്റി റിമൂവ് ചെയ്തെടുക്കുകയോ, ഇപ്പൊ ഗാൽവനിക് സെല്ലിൽ നമ്മൾ പറഞ്ഞു എന്താണ്? കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ഇലക്ട്രിസിറ്റി നമ്മൾ ആ ഗാൽവനിക് സെല്ലിൽ നിന്നും നമ്മളുടെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഒന്നെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നമ്മൾ ആ ഒരു ഇലക്ട്രോഡിൽ നിന്നും ഡ്രെയിൻ ചെയ്തെടുക്കുകയോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കില്ല? ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നമുക്ക് കിട്ടുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കില്ല, ഒരു ഷിഫ്റ്റ് ഉണ്ടാവും.
ആ ഒരു ഷിഫ്റ്റിനെ പറയുന്നതാണ് എന്ത്? ഇലക്ട്രോലിറ്റിക് പോളറൈസേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോഡിന്റെ പോളറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു സിംപ്ലർ ടേമിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഷിഫ്റ്റ് ഓർ drag in voltage that happens when you force an electrode to do work, either driving a non-spontaneous reaction or drawing a large current from a spontaneous one. മനസ്സിലായോ? ഒന്നെങ്കിൽ നമ്മൾ ഒരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടത്തുകയാണ്, എങ്ങനെ? ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഇലക്ട്രോഡിനെ വർക്ക് ചെയ്യാൻ ഞാൻ ഫോഴ്സ് ചെയ്യുകയാണ് അല്ലെ. നോൺ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കേണ്ട റിയാക്ഷനെ നടത്താൻ വേണ്ടി ഞാൻ ആ ഇലക്ട്രോഡിലേക്ക് എന്ത് കൊടുക്കുകയാണ്? ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാണ്, ഞാനൊരു വർക്ക് ചെയ്യുകയാണ്. അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയി നടക്കുന്ന റിയാക്ഷന്റെ ഫലമായിട്ടുണ്ടാവുന്ന കറണ്ടിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ആ ഇലക്ട്രോഡിൽ നിന്നും. അതും ഒരു ഫോഴ്സ് അല്ലേ? അങ്ങനെ അതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഒരു ഷിഫ്റ്റ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഷിഫ്റ്റിനെ പറയുന്ന പേരാണ് എന്ത്? പോളറൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അറ്റ് ഇക്വിലിബ്രിയം ദാറ്റ് മീൻസ് സീറോ കറണ്ട് എന്ന് പറയാം. അതായത് നമ്മൾ ഇലക്ട്രോഡിലേക്ക് എന്ത് കൊടുക്കുന്നില്ല? കറണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ഇലക്ട്രോഡിൽ നിന്ന് കറണ്ട് എടുക്കുകയോ ചെയ്യുന്നില്ല. ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് പ്രിസൈസ്ലി ഡിഫൈൻഡ് ബൈ ദ Nernst equation for the specific redox couple present. The rate of the forward reaction and reverse reaction are equal. റിഡക്ഷന്റെ റേറ്റും ഓക്സിഡേഷന്റെ റേറ്റും സെയിം ആയി വരികയും ഒരു സ്പെസിഫിക് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ആ ഒരു സ്പെസിഫിക് റിഡോക്സ് കപ്പിളിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് നമ്മൾ Nernst ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അണ്ടർ കറണ്ട്, അതായത് പോളറൈസ്ഡ് ആയി, ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇലക്ട്രോഡിലേക്ക് കറണ്ട് പ്രൊവൈഡ് ചെയ്തു, അല്ലെങ്കിൽ ഇലക്ട്രോഡിൽ ഉള്ള കറണ്ടിനെ നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്തു. അപ്പൊ ആ ഒരു ഇക്വിലിബ്രിയം ബാലൻസ് എന്തായി? ഡിസ്റ്റർബ്ഡ് ആയി അല്ലെ. നമ്മളിപ്പോ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ഒക്കെ ചെയ്യാറില്ലേ? പ്രഷർ കൂട്ടുമ്പം ചിലപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ നടക്കും, പ്രഷർ കുറയ്ക്കുമ്പം ചിലപ്പം ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിന് ഫലമായിട്ട് ഫോർവേഡ് ബാക്ക്വേർഡ് റിയാക്ഷന്റെ ബാലൻസിൽ വ്യത്യാസം വരുന്നുണ്ടല്ലോ. സോ അതുപോലെ തന്നെ ഇലക്ട്രോഡ് സർഫസിലുള്ള ഇലക്ട്രോഡിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇലക്ട്രോഡിൽ നിന്നും ഇലക്ട്രിസിറ്റി നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കുകയോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ആ ഒരു റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ സെയിം ആയി വരുന്ന ബാലൻസ് എന്താകും? ഡിസ്റ്റർബ്ഡ് ആകും. സോ ദ എക്സ്റ്റേണൽ കറന്റ് ഫോഴ്സസ് ദ നെറ്റ് റേറ്റ് ഓഫ് വൺ ഡയറക്ഷൻ ടു ബി ഫാസ്റ്റർ ദാൻ ദ അതർ അല്ലെ. ഒന്നെങ്കിൽ എക്സ്റ്റേണൽ കറണ്ട് എന്ത് ചെയ്യാം? ഒരു റിയാക്ഷൻ, നെറ്റ് റേറ്റ് ഓഫ് റിയാക്ഷൻ, ഒരു ഭാഗത്തേക്കുള്ള റിയാക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും. ചിലപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതലായിരിക്കാം. സോ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് എന്തായാലും എന്തൊരു ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുക അല്ലെ. ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പ്രകാരം പറയാറില്ലേ, നമ്മളിപ്പം പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ മാറ്റുന്നതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? ഒന്നെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ മാറാം, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ മാറാം. സോ ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റം അതിനനുസരിച്ച് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ഇലക്ട്രോഡ് സർഫസിൽ നിന്നും കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയോ കറണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ കറണ്ട് ഡ്രെയിൻ ചെയ്തെടുക്കുകയോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഒരു ഡിസ്റ്റർബൻസ്, ആ ഒരു ഇക്വിലിബ്രിയത്തിൽ ഡിസ്റ്റർബൻസ് നടക്കുമ്പോൾ ആ നടന്നതിന്റെ ഫലമായിട്ട് ഇക്വിലിബ്രിയത്തിന്റെ ഒന്നെങ്കിൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനോ മാറുകയോ ചെയ്യുമ്പോൾ അതിനെ ഇഫക്റ്റ് മറികടന്നുകൊണ്ട് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു റേറ്റിലേക്ക് റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഇലക്ട്രോഡ് എന്ത് ചെയ്യും? പൊട്ടൻഷ്യല് പുതിയ വാല്യൂയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് റിക്വയർഡ് നെറ്റ് റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടുന്ന ഒരു പുതിയ വാല്യൂയിലേക്ക്, കൈനറ്റിക്കലി ആ ഒരു റിക്വയർഡ് നെറ്റ് റിയാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ വാല്യൂയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് പോളറൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, എന്തുകൊണ്ടൊക്കെയാണ് ഈ ഒരു ഇലക്ട്രോലിറ്റിക് പോളറൈസേഷൻ നടക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോലിറ്റിക് പോളറൈസേഷൻ നമുക്ക് മെയിൻ ആയിട്ടും 3 തരത്തിൽ പറയാം. ഒന്ന് ആക്ടിവേഷൻ പോളറൈസേഷൻ, 2 കോൺസെൻട്രേഷൻ പോളറൈസേഷൻ, 3 റെസിസ്റ്റൻസ് പോളറൈസേഷൻ. ഓക്കെ, എന്താണ് ആക്ടിവേഷൻ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ? ദ സ്ലോനെസ് ഓഫ് ദ ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ ഇറ്റ്സെൽഫ്. ദ റിയാക്ഷൻ ഹാസ് എ ഹൈ ആക്ടിവേഷൻ എനർജി ബാരിയർ.
അതായത് ഈ ആക്ടിവേഷൻ പോളറൈസേഷന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ആ നടക്കുന്ന ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷന്റെ കൈനറ്റിക്സ് അത് സ്ലോ ആവുന്നതിന്റെ ഫലമായിട്ട് ഈ രീതിയിലുള്ള ഇലക്ട്രോലിറ്റിക് പോളറൈസേഷൻ നടക്കുന്നതിനെ പറയുന്ന പേരാണ് ആക്ടിവേഷൻ പോളറൈസേഷൻ. അതായത് ആ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ ഹൈ ആക്ടിവേഷൻ എനർജി ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ റിയാക്ഷൻ നടക്കാൻ ഹൈ എനർജി ബാരിയർ ഉണ്ടെങ്കിൽ അതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന പോളറൈസേഷനെ പറയുന്ന പേരാണ് എന്ത്? ആക്ടിവേഷൻ പോളറൈസേഷൻ. സ്വാഭാവികമായിട്ടും ഈ ആക്ടിവേഷൻ പോളറൈസേഷൻ നമുക്ക് എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാം? അപ്പോൾ നമുക്കൊന്നെങ്കിൽ കാറ്റലിസ്റ്റിനെ യൂസ് ചെയ്തുകൊണ്ട് റെഡ്യൂസ് ചെയ്യാം, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആക്ടിവേഷൻ പോളറൈസേഷൻ മിനിമൈസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോഡിന്റെ സർഫസ് ഏരിയ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക? കൂടുതൽ ഏരിയ കിട്ടുകയാണ് നമുക്ക് റിയാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്, അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ആക്ടിവേഷൻ പോളറൈസേഷൻ മിനിമൈസ് ചെയ്യാവുന്നതാണ്. The next one is concentration polarization. എന്താണ് concentration polarization? The depletion of reactant at the electrode surface or the accumulation of product because mass transport cannot keep up with the rate of electrochemical reaction. സോ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കണം, അല്ലേ? ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്താണ്? ആനോഡിൽ നിന്ന് ഓക്സിഡേഷൻ നടന്ന അയൺസ് ബൾക്കിലേക്ക് പോവുകയാണ്. കാഥോഡിൽ റിഡക്ഷൻ നടക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? കാഥോഡിൽ റിഡക്ഷൻ നടക്കുമ്പോൾ ബൾക്കിൽ നിന്നുള്ള അയൺസ് എന്താണ്? കാഥോഡിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഡക്റ്റോ റിയാക്റ്റന്റോ ഒക്കെ നമ്മൾ ഈ ഒരു ഇലക്ട്രോഡ് സർഫസിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഒരു ഡിഫ്യൂഷൻ, അല്ലെ? ഒരു മൈഗ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിഫ്യൂഷൻ ബൾക്കിൽ നിന്നും ഇലക്ട്രോഡ് സർഫസിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോഡ് സർഫസിൽ നിന്നും ബൾക്കിലേക്കുള്ള ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പോർട്ടിനെ അത് അഫക്റ്റ് ചെയ്യും. സോ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഫോർമേഷൻ ഒക്കെ നടക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാവുന്ന പോളറൈസേഷനെ പറയുന്ന പേരാണ് എന്ത്? കോൺസെൻട്രേഷൻ പോളറൈസേഷൻ. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ കോൺസെൻട്രേഷൻ പോളറൈസേഷൻ മിനിമൈസ് ചെയ്യാം? നമുക്ക് ആ ഒരു സ്റ്റിർ ചെയ്യാം, അല്ലെ? അജിറ്റേറ്റ് ചെയ്യാം, അല്ലെ? ആ ഒരു ഇലക്ട്രോലൈറ്റിനെ സ്റ്റിർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മിക്സിങ് നടത്തി കിട്ടും. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ വരും കോൺസെൻട്രേഷൻ പോളറൈസേഷൻ നമുക്ക് മിനിമൈസ് ചെയ്യാം. ദെൻ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഡിഫ്യൂഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യും. സോ അതിന്റെ ഫലമായിട്ട് നമുക്ക് ഈ ഒരു കോൺസെൻട്രേഷൻ പോളറൈസേഷൻ മിനിമൈസ് ചെയ്യാം. അല്ലെങ്കിൽ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാം, അല്ലെങ്കിൽ ഇലക്ട്രോഡിന്റെ സർഫസ് ഏരിയ കൂട്ടാം. ഈ രീതിയിലുള്ള പ്രോസസ്സ് വഴി നമുക്ക് കോൺസെൻട്രേഷൻ പോളറൈസേഷൻ മിനിമൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ അനദർ ടൈപ്പ് ഓഫ് പോളറൈസേഷൻ ഈസ് റെസിസ്റ്റൻസ് പോളറൈസേഷൻ. റെസിസ്റ്റൻസ് പോളറൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ആൻഡ് അതർ സെൽ കമ്പോണൻസ്. ഒന്നെങ്കിൽ ഇലക്ട്രോലൈറ്റിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെല്ലിന്റെ കമ്പോണന്റിന്റെ അകത്ത് ഉണ്ടാവുന്ന ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന്റെ ഫലമായിട്ടുണ്ടാവുന്ന പോളറൈസേഷനെ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് പോളറൈസേഷൻ. സോ ഇതൊക്കെ നമുക്ക് എങ്ങനെ റിഡ്യൂസ് ചെയ്യാം? ഡിസ്റ്റൻസ്, രണ്ട് ഇലക്ട്രോഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ മോർ കണ്ടക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കോണ്ടാക്റ്റിനും ലീഡ്സിനും ഒക്കെ നല്ല ബെറ്റർ കണ്ടക്ടേഴ്സ് ഒക്കെ, അതായത് റെസിസ്റ്റൻസ് കുറയ്ക്കുന്ന രീതിയിലുള്ള ലീഡ്സും കോണ്ടാക്റ്റും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള റെസിസ്റ്റൻസ് പോളറൈസേഷൻ മിനിമൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെ പലതരത്തിലുള്ള ഇലക്ട്രോലിറ്റിക് പോളറൈസേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എന്താണ് ഇലക്ട്രോലൈറ്റിക് പോളറൈസേഷൻ? ഇറ്റ് ഈസ് എസെൻഷ്യലി ദ ഡീവിയേഷൻ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫ്രം ദ ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ ഡ്യൂ ടു കറണ്ട് ഫ്ലോ. ഒന്നെങ്കിൽ കറണ്ട് ഫ്ലോ ആകാം, അല്ലെങ്കിൽ കറണ്ട് ഡ്രെയിൻ ചെയ്തെടുക്കുന്നതിന്റെ ഫലമായിട്ടാവാം. ഓക്കെ, എന്താണ്? എസെൻഷ്യലി ഡീവിയേഷൻ ഓഫ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ from the equilibrium potential, അതായത് Nernstian potential, equilibrium potential due to current flow or drain. കറണ്ട് ഫ്ലോ ചെയ്യുന്നതിന്റെയോ അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്തെടുക്കുന്നതിന്റെയോ ഫലമായിട്ട്. അപ്പൊ അങ്ങനെ പലതരത്തില് നമുക്ക് ഇക്വിലിബ്രിയം പൊട്ടൻഷ്യൽ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിരിക്കില്ല കിട്ടുക. ഈ രീതിയിൽ പലതരത്തിലുള്ള പോളറൈസേഷൻ നടക്കാറുണ്ട്.
ഇങ്ങനെയുള്ള ആക്ടിവേഷൻ പോളറൈസേഷൻ, കോൺസെൻട്രേഷൻ പോളറൈസേഷനും റെസിസ്റ്റൻസ് പോളറൈസേഷനും ഒക്കെ നടക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഇക്വിലിബ്രിയം വാല്യൂ ആയിരിക്കില്ല നമ്മളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് ഉണ്ടാവുക. ഒരു എന്താണ്, അല്ലെങ്കിൽ കറണ്ട് കൊടുക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ആ ഇലക്ട്രോഡിൽ നിന്ന് കറണ്ട് എടുക്കുന്നതിൻ്റെയോ ഫലമായിട്ട് ഇക്വിലിബ്രിയം വാല്യൂവിൽ നിന്നും നമ്മളുടെ ഇലക്ട്രോഡ്